بسم الله الرحمن الرحيم. وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സഹോദരന്മാരെ, ചില തെറ്റിദ്ധാരണകൾ നീക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനെതിരായിക്കൊണ്ട് സൃഷ്ടികളോട് പ്രാർത്ഥിക്കാമെന്ന് ഇന്നാൾ പറയുന്നു, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടികളോട് തേടാമെന്നോ അല്ലെങ്കിൽ സഹായം ചോദിക്കാമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമെന്നോ, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ അല്ലെങ്കിൽ മലക്കുകളോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ എന്നൊക്കെ ഇന്നാൾ പറയുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണ കഴിവതും നീക്കാൻ ശ്രമിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സൃഷ്ടികൾ ആർക്കും തന്നെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് മുസ്ലിംകൾ എല്ലാവരും വിശ്വസിക്കുന്നു. ആ വിഷയത്തിൽ അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അക്കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നതാണ്. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് എല്ലാ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ പ്രാർത്ഥന ഇബാദത്തിൻ്റെ പ്രധാനമായ അതിൻ്റെ കാതലായ ഒരു വശമാണ് എന്നും നാം മനസ്സിലാക്കിയതാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും അത് അല്ലെങ്കിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവർക്കുള്ള ഇബാദത്താണ് എന്നത് നാം മനസ്സിലാക്കുന്നു. അപ്പൊ ഇതനുസരിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ആരോടെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇബാദത്താണ്. അങ്ങനെ ഇബാദത്ത് ചെയ്യാം എന്ന്, അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യാമെന്ന് ഒരു മുസ്ലിം അംഗീകരിക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾ നീക്കണമല്ലോ. ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇബാദത്ത്? നമുക്കെല്ലാവർക്കും അറിയാം, അഖ്സ വായത്തിൽ ഹുബൂയിലെത്തലുൽ എന്നാണ് മുഫസ്സിറുകൾ അതൊക്കെ അതിന് നിർവചനം പറഞ്ഞിട്ടുള്ളത്. പരമമായ വിനയം, പരമമായ താഴ്മ എന്നതാണ് ഇബാദത്ത് എന്നുള്ളത്. പരമമായ വിനയവും താഴ്മയും ആർക്ക് വേണ്ടി അർപ്പിക്കുന്ന ആ ശക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള ആരാധനയാകുന്നു ഈ അർപ്പണം. അപ്പോൾ അത് സൃഷ്ടികളോട് ആരോടായാലും അവരോടുള്ള ഭക്തി ആദരവ് അർപ്പിക്കുന്നത് നാം അവർക്കുള്ള ഇബാദത്താകുമെന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ പരമമായ വിനയവും താഴ്മയും അർപ്പിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഒരു സൃഷ്ടിക്ക് അർപ്പിക്കപ്പെടുന്ന വിനയവും താഴ്മയും പരമമാവുക? അപ്പോൾ അഖ്സ വായത്തിൽ ഹുബൂയിലെത്തലുൽ അങ്ങേയറ്റത്തെ വിനയം, അങ്ങേയറ്റത്തെ പരമമായ വിനയം, പരമമായ താഴ്മ. ഈ പരമമായ വിനയവും താഴ്മയും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ആരാധന അർപ്പിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ആരാധന അർപ്പിക്കുമ്പോൾ എങ്ങനെ അത് ഉണ്ടാവുന്നു? അപ്പോൾ പരമമായത് എന്ന് പറഞ്ഞാൽ ഇനി അവിടുന്ന് അങ്ങോട്ട് അഖ്സ വായത്തിൽ ഹുബൂയിലെത്തലുൽ വിനയത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങോട്ടുണ്ടാവാൻ സാധ്യമല്ല എന്നതാണ്. അങ്ങനെ ഒന്നും നിർവചിക്കാൻ സാധ്യമല്ലല്ലോ. കാരണം ഒരാൾ സുബ്ഹി നമസ്കരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഭക്തിയുണ്ട്, ആദരവുണ്ട്, ഖൗഫുണ്ട്, തഖ്വയുണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ പരമമായ വിനയവും താഴ്മയുണ്ട്. എപ്പോഴാണുള്ളത് ഇബാദത്തായിട്ടുള്ളത്. എന്നാൽ ളുഹർ നമസ്കരിക്കുന്ന അവസരത്തിൽ അതിനേക്കാൾ കൂടുതൽ പരമമായ വിനയവും താഴ്മയും ഉണ്ടായാൽ സുബ്ഹി നമസ്കരിച്ചത് ഇബാദത്തായിട്ടില്ല, പരമമായിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെ അർത്ഥം അതിന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ പരമമായ വിനയവും താഴ്മയും അതിൻ്റെ പരിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ എപ്പോഴാണ് പരമമായ വിനയവും താഴ്മയും ആവുക എന്നുള്ളത് മനസ്സിലാക്കണം. അതിന്
പണ്ഡിതന്മാർ പറഞ്ഞ മുഫസ്സിറുകൾ പറഞ്ഞ ഈ നിർവചനത്തിന് അസ്വായത്തിൽ മുമ്പൊരു വ്യക്തതയുണ്ട്. പരമമായ വിനയവും താഴ്മയും എപ്പോഴുണ്ടാവും എന്നതിന് പണ്ഡിതന്മാർ ചില ഉദാഹരണങ്ങളിലൂടെ ആ കാര്യം നമുക്ക് വ്യക്തമാക്കി തന്നു. അതിൽപ്പെട്ടതാണ് അഭൗതിക മാർഗത്തിലുള്ള ഗുണമോ ദോഷമോ, ഗുണം ആഗ്രഹിച്ചുകൊണ്ടോ ദോഷം ഭയന്നുകൊണ്ടോ ഒരു വ്യക്തി ഒരു ശക്തിയുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം. അപ്പോൾ അഭൗതിക മാർഗത്തിൽ സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യം, ഒരു സൃഷ്ടിക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരു കാര്യം മറ്റൊരു സൃഷ്ടിയോട് അർപ്പിക്കുമ്പോൾ, ഈ സൃഷ്ടിക്ക് ഇത് ചെയ്തു തരാൻ കഴിയും എന്ന വിശ്വാസത്തിൽ അർപ്പിക്കുമ്പോൾ അവിടെ പരമമായ വിനയവും താഴ്മയും ഉണ്ടാകുന്നു. അതാണ് പരമമായ വിനയവും താഴ്മയും. എന്നാൽ ഇത് പറയുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം താഴ്മയോ പരമമായ വിനയവും താഴ്മയുമായി ആരാധനയായി തീരണമെങ്കിൽ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട്. അതിലൂടെ എന്നെ സഹായിക്കുവാനും എനിക്ക് എന്നെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ എനിക്ക് രക്ഷ നൽകുവാനും അതിന് കഴിയും, ആ ശക്തിക്ക് കഴിയും എന്ന വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് പരമമാകുന്നത്. നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടറെ സമീപിച്ചുകൊണ്ട് ഡോക്ടറെ എൻ്റെ രോഗം സുഖമാക്കി തരണേ എന്ന് ഡോക്ടറോട് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥനയുണ്ടോ, ആരാധനയുണ്ടോ, വിവാദത്തുണ്ടോ, ഡോക്ടർക്കുള്ള വിവാദത്താകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഡോക്ടറെ എനിക്ക് സുഖമാക്കി തരണേ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉദ്ദേശിച്ച് ഇദ്ദേഹത്തിന് ആ രോഗം വേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗം സുഖമാവട്ടെ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചാൽ അത് നടക്കുന്നതാണ് എന്ന വിശ്വാസമുണ്ടെങ്കിലല്ലേ അവിടെ വിനയവും ആദരവും വരുന്നുള്ളൂ. പരമമായ വിനയവും താഴ്മയും വരുന്നത് ഒരാൾ തൻ്റെ പ്രവർത്തന രൂപത്തിൽ കാണിച്ചത് കൊണ്ട് ആരാധനയാകുമോ? ഒരാൾ ഒരു പോലീസുകാരൻ ഒരു പോലീസ് SIയുടെ മുമ്പിൽ ഏമാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സുജൂദ് രൂപത്തിൽ നിന്നു, അല്ലെങ്കിൽ വളരെ വിനയം കാണിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അതുകൊണ്ട് ഭക്തി ആദരവുണ്ട്, മനസ്സിലാവുക അത് അദ്ദേഹത്തോടുള്ള ഭക്തിയുണ്ട്. ഒരു പക്ഷേ പുച്ഛമായിരിക്കും, ആ പോലീസ് മേധാവിയോട് പുച്ഛമായിരിക്കും ഒരു പക്ഷേ മനസ്സിലുണ്ടാവുക. പല രൂപത്തിലും പല അവസരം പല രൂപത്തിലും ഉണ്ടാവാം. പക്ഷെ അപ്പോൾ അതുകൊണ്ട് അത് ആരാധനയാവുന്നില്ല. അവിടെ വളരെ വിനയമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഭൂമിയിൽ തൻ്റെ നെറ്റി വെച്ചുകൊണ്ട് തന്നെ വിനയ രൂപത്തിൽ അവിടെ അഭിനയിക്കുന്നുണ്ടെങ്കിലും അത് വെറും ഒരു മാനസികമായ പരമമായ വിനയമോ താഴ്മയോ ആകുന്നില്ല. ഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നില്ല. അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ ഭൗതികമായ ശിക്ഷ എന്നിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എന്നെ വിട്ടാൽ മതി എന്നാണ് അവിടെ ഉദ്ദേശം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഡോക്ടറോട് പറയുമ്പോൾ എൻ്റെ രോഗം സുഖമാക്കണേ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഇത് വേണ്ടാന്ന് വെച്ചാൽ സുഖമാകും എന്നതല്ല. എന്താ പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണ് അർത്ഥം? ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റെതസ്കോപ്പ് തൻ്റെ ശരീരത്തിൽ വെച്ച് എൻ്റെ മിടിപ്പുകളൊക്കെ പരിശോധിച്ച് ഇതെന്ത് രോഗമാണെന്ന് നിദാനിച്ച് മനസ്സിലാക്കി അതിന് മരുന്ന് കുറിച്ച് തരണം എന്നാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശം. അതേ സമയത്ത് ഒരു സിദ്ധനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴോ അത് വേറെ. ഈ ഡോക്ടറെ തന്നെ നമ്മൾ വീട്ടിൽ കിടത്തിട്ട് രോഗി വീട്ടിൽ കിടന്നുകൊണ്ട് ഡോക്ടറെ എൻ്റെ രോഗം സുഖമാക്കി തരുന്ന ഹോസ്പിറ്റലിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിലകൊള്ളുന്ന ഡോക്ടറെ തൻ്റെ വീട്ടിൽ കിടന്ന് തൻ്റെ ശയ്യയിൽ കിടന്നുകൊണ്ട് രോഗി ഡോക്ടറെ വിളിച്ച് എനിക്ക് സുഖമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, ചോദിക്കുകയില്ലല്ലോ. അപ്പോൾ അത് കാര്യകാരണ ബന്ധ അടിസ്ഥാനത്തിലാണ് അവിടെ നടക്കുന്നത്. അത് പോലെ കാര്യകാരണ ബന്ധത്തിന് അതീതമായി കൊണ്ട് വല്ലതും ചെയ്യും ഒരു വ്യക്തിയുടെ മുമ്പിലോ ശക്തിയുടെ മുമ്പിലോ വിനയം അർപ്പിക്കുമ്പോഴാകുന്നു അത് പ്രാർത്ഥനയായി മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പരമമായ വിനയവും താഴ്മയും അർപ്പിക്കുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു സൃഷ്ടിയോടും പാടില്ല, ഒരു സൃഷ്ടിയോടും നമുക്ക് അർപ്പിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യണമെന്ന്. അപ്പം ജിന്നുകളോട് അതേ പ്രകാരം മലക്കുകളോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അവരോട് സഹായം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം അത് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം പറയട്ടെ. സൃഷ്ടികളോട് ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കൽ ശിർക്കാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നാൽ ജിന്നുകളോടോ മലക്കുകളോടോ സഹായം തേടാമെന്നോ ഈ ആരോപിക്കപ്പെടുന്ന ഇങ്ങനെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളിൽ എവിടെയും അങ്ങനെ ഈ ആരോപിക്കപ്പെടുന്ന 2007 ഏപ്രിൽ മാസത്തിലെ
ഇസ്ലാമിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ വേണം തേടണം എന്നത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എപ്പോഴാണ് പ്രാർത്ഥന ആവുക, പ്രാർത്ഥന ആവാതിരിക്കുക എന്നുള്ളത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ വിശദീകരണത്തിലൂടെ കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഭൂമിയിൽ